ഓം ശാന്തി 7-4-2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 1-3-1999. മുരളിയുടെ ടൈറ്റിലാണ് സമ്പൂർണ്ണ പവിത്രമായി മാറി സംസ്കാര മിലനം ആഘോഷിക്കുക. ഇത് തന്നെയാണ് സത്യമായ ഹോളി. ഇന്ന് ബാബ്ദാദ 4 വശത്തുമുള്ള അതിപരിശുദ്ധവും അത്യുന്നതരുമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വത്തിൽ ഏറ്റവും ഉയർന്നവരും ഉയർന്നതിലും വെച്ച് ഉയർന്ന ശ്രേഷ്ഠാത്മാക്കൾ നിങ്ങൾ കുട്ടികളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? കാരണം നിങ്ങളെല്ലാം ഉയർന്നതിലും ഉയർന്ന അച്ഛന്റെ മക്കളാണ്. മുഴുവൻ കൽപ്പത്തിലും ചക്രം കറക്കി നോക്കൂ. ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മറ്റാരെയെങ്കിലും കാണുന്നുണ്ടോ? രാജ്യാധികാരി സ്വരൂപത്തിൽ നിങ്ങളെക്കാൾ ഉയർന്ന രാജ്യാധികാരി ഉണ്ടായിട്ടുണ്ടോ? പിന്നീട് പൂജയിലും മഹിമയിലും നോക്കൂ. എത്ര വിധിപൂർവകമായ പൂജയാണ് നിങ്ങൾ ആത്മാക്കൾക്ക് ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എത്ര അതിശയകരമായ രഹസ്യമാണ് ഡ്രാമയുടേത്. നിങ്ങൾ നിങ്ങളുടെ ചൈതന്യ സ്വരൂപത്തിൽ ഈ സമയം തന്റെ പൂജ്യ സ്വരൂപത്തെ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് നിങ്ങൾ ചൈതന്യ ആത്മാക്കൾ, മറുഭാഗത്ത് നിങ്ങളുടെ പൂജ്യ രൂപത്തിലുള്ള ജഡചിത്രം. താങ്കളുടെ പൂജ്യ സ്വരൂപം കാണുന്നില്ലേ? ജഡരൂപത്തിലുമാണ്, ചൈതന്യ രൂപത്തിലുമാണ്. എങ്കിൽ അതിശയകരമായ കളിയല്ലേ? മറ്റ് രാജ്യങ്ങളുടെ കണക്കിലും മുഴുവൻ കൽപ്പത്തിലും നിർവിഘ്നവും അചഞ്ചലവും ദൃഢവുമായ രാജ്യവും നിങ്ങളുടേത് തന്നെയാണ്. ധാരാളം പേർ രാജാവാകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വരാജാവ് അല്ലെങ്കിൽ വിശ്വരാജാവിന്റെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമാണ്. രാജ്യങ്ങളിലും ഏറ്റവും ഉയർന്നത്, പൂജ്യരൂപത്തിലും ഏറ്റവും ഉയർന്നത്, സംഗമയുഗത്തിൽ പരമാത്മാ സമ്പത്തിന്റെ അധികാരി, പരമാത്മാ മിലനത്തിന്റെ അധികാരി, പരമാത്മാ സ്നേഹത്തിന്റെ അധികാരി, പരമാത്മാ പരിവാരത്തിലെ ആത്മാക്കൾ. ഇതെല്ലാം മറ്റാരെങ്കിലുമാണോ ആകുന്നത്? നിങ്ങൾ തന്നെയല്ലേ ആകുന്നത്? ആയിത്തീർന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നുവോ? ആയിത്തീരുകയും ഇപ്പോൾ സമ്പത്തെടുത്ത് സമ്പന്നനായി ബാബയോടൊപ്പം തന്നെ തന്റെ വീട്ടിൽ പോകുന്നവരുമാണ്. സംഗമത്തിലെ സുഖം, സംഗമയുഗത്തിലെ പ്രാപ്തികൾ, സംഗമയുഗത്തിലെ സമയം എല്ലാം മനോഹരമല്ലേ? വളരെ പ്രിയപ്പെട്ടതാകുന്നു. രാജ്യം ഭരിക്കുന്ന സമയത്തേക്കാൾ സംഗമത്തിലെ സമയം പ്രിയപ്പെട്ടതായി തോന്നുന്നില്ലേ? പ്രിയപ്പെട്ടതല്ലേ? അതോ വേഗം പോകാൻ ആഗ്രഹിക്കുന്നോ? എങ്കിൽ പിന്നെ ബാബ വിനാശം എപ്പോൾ ഉണ്ടാകും എന്ന് ചോദിക്കുന്നത് എന്തിന്? ചിന്തിക്കുന്നില്ലേ? അറിയില്ല വിനാശം എപ്പോൾ ഉണ്ടാകും എന്ന്. എന്ത് സംഭവിക്കും? ഞങ്ങൾ എവിടെയായിരിക്കും? ബാബ്ദാദ പറയുന്നു, എവിടെയായാലും ഓർമ്മയിലായിരിക്കും. ബാബയുടെ കൂടെ ആയിരിക്കും. സാകാരത്തിലായാലും ആകാരത്തിലായാലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. സാകാരത്തിൽ ഒരു കഥ കേട്ടിട്ടില്ലേ? പൂച്ചക്കുട്ടികൾ അഗ്നിബാധയിലും സുരക്ഷിതമായിരുന്നില്ലേ? അതോ കത്തിപ്പോയോ? എല്ലാം സുരക്ഷിതമായി ഇരുന്നു. അതിനാൽ നിങ്ങൾ പരമാത്മാവിന്റെ മക്കൾ ആരാണോ കൂടെയിരിക്കുന്നത് അവർ സുരക്ഷിതമായിരിക്കും. ബുദ്ധി മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന് കുറച്ച് സെക്കൻഡുകൾ എടുക്കും, ചില പ്രഭാവം ഉണ്ടാകും. എന്നാൽ കൂടെ ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഒറ്റയ്ക്കിരിക്കുന്നില്ല എങ്കിൽ സുരക്ഷിതമായിരിക്കും. ഇടയ്ക്കിടെ ജോലി അല്ലെങ്കിൽ സേവനത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് അനുഭവപ്പെടുന്നുണ്ടോ? എന്തു ചെയ്യും? ഒറ്റയ്ക്കാണ്, ഒരുപാട് ജോലിയുണ്ട്, പിന്നെ ക്ഷീണിക്കുകയും ചെയ്യുന്നു. എങ്കിൽ എന്തുകൊണ്ട് ബാബയെ
പങ്കാളിയായി വെക്കുന്നില്ല. 2 കൈ ഉള്ളവരെ പങ്കാളിയാക്കുന്നു. 1000 കൈ ഉള്ളവനെ എന്തുകൊണ്ട് പങ്കാളി ആക്കുന്നില്ല? ആര് കൂടുതൽ സഹയോഗം നൽകും? 1000 കൈയുള്ള ബാബയോ 2 കൈ ഉള്ളവരോ? സംഗമയുഗത്തിൽ ബ്രഹ്മകുമാർ അല്ലെങ്കിൽ ബ്രഹ്മകുമാരിമാർ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. സേവനത്തിലോ കർമ്മയോഗത്തിലോ തിരക്കുള്ളവരാകുമ്പോൾ കൂടെ ഉണ്ടെന്ന കാര്യം തന്നെ മറന്നുപോകുന്നു. പിന്നെ ക്ഷീണിച്ചു പോകുന്നു. എന്നിട്ട് പറയും, ക്ഷീണിച്ചു പോയി, ഇനി എന്ത് ചെയ്യും? ക്ഷീണിക്കരുത്. ബാബ് ദാദ സദാ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിന് വന്നിരിക്കുന്നു. പിന്നെ എന്തിനാണ് പരംധാമം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്? ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും സേവനം ചെയ്യുമ്പോഴും കൂട്ട് നൽകുന്നതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മബാബയും നിങ്ങൾക്ക് സഹയോഗം നൽകുന്നതിനായാണ് അവ്യക്തമായത്. വ്യക്തരൂപത്തിൽ നിന്നും അവ്യക്ത രൂപത്തിൽ സഹയോഗം നൽകുന്നതിന്റെ വേഗത വളരെ തീവ്രമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മബാബയും തന്റെ വതനം മാറ്റിയത്. ശിവബാബയും ബ്രഹ്മബാബയും 2 പേരും സദാസമയം നിങ്ങൾക്ക് സഹയോഗം നൽകുന്നതിന് എപ്പോഴും ഹാജരാണ്. നിങ്ങൾ ബാബ എന്ന് ചിന്തിക്കുമ്പോഴേക്കും സഹയോഗം അനുഭവപ്പെടും. എന്നാൽ സേവനം 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 എന്ന് മാത്രം ഓർമ്മിച്ച് ബാബയെ അടുത്തിരുത്തി കാണുന്നതിന് വേണ്ടി മാറ്റി നിർത്തുന്നു. അപ്പോൾ ബാബയും സാക്ഷിയായി കാണുന്നു. നോക്കട്ടെ ഏതുവരെ ഒറ്റയ്ക്ക് ചെയ്യും എന്ന്. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. അതിനാൽ കൂട്ട് ഉപേക്ഷിക്കരുത്. തന്റെ അധികാരത്തിന്റെയും സ്നേഹത്തിന്റെയും സൂക്ഷ്മ ചരടുകൊണ്ട് ബന്ധിച്ചു വയ്ക്കൂ. അഴിച്ചുവിടുന്നു. സ്നേഹത്തെ അഴിച്ചുവിടുന്നു. അധികാരത്തെ ഓർമ്മയിൽ നിന്നൽപ്പം മാറ്റി നിർത്തുന്നു. അങ്ങനെ ചെയ്യരുത്. സർവശക്തിവാൻ കൂടെ ഉണ്ടാകും എന്ന് ഓഫർ ചെയ്യുന്നു. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ഓഫർ ലഭിക്കുമോ? കിട്ടില്ലല്ലോ. ബാബ് ദാദ സാക്ഷിയായി കാണുന്നു. ശരി, നോക്കട്ടെ ഏതുവരെ ഒറ്റയ്ക്ക് ചെയ്യും എന്ന്. സംഗമയുഗത്തിലെ സുഖവും സമൃദ്ധിയും പ്രത്യക്ഷമാക്കി വെക്കൂ. ബുദ്ധി ബിസിയായി ഇരിക്കുകയല്ലേ? ബിസിയായത് കാരണം സ്മൃതി മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുഴുവൻ ദിവസത്തിലും ബാബയുടെ ഓർമ്മ ഉണ്ടോ അതോ ഓർമ്മിക്കാൻ മറന്നോ എന്നാരോടെങ്കിലും ചോദിക്കൂ. എങ്കിൽ എന്തുത്തരം പറയും? ഇല്ല എന്ന്. ഓർമ്മയുണ്ട് എന്ന് പറയുന്നത് ശരി തന്നെ. എന്നാൽ പ്രത്യക്ഷ രൂപത്തിലുണ്ടോ അതോ മറഞ്ഞിരിക്കുന്നോ? സ്ഥിതി എന്താകുന്നു? പ്രത്യക്ഷ രൂപത്തിൽ ഉള്ള സ്ഥിതിയും പരോക്ഷ രൂപത്തിലുള്ള സ്ഥിതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രത്യക്ഷ രൂപത്തിലുള്ള ഓർമ്മ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? പ്രത്യക്ഷ രൂപത്തിന്റെ ലഹരി, ശക്തി, സഹയോഗം, സഫലത വളരെ വലുതാണ്. ഓർമ്മിക്കാൻ മറക്കുക സാധ്യമല്ല. കാരണം ഒരു ജന്മത്തെ ബന്ധമല്ല. ശിവ് ബാബ സത്യുഗത്തിൽ വരുന്നില്ല എങ്കിലും ബന്ധം അതുപോലെ ഉണ്ടാകില്ലേ? മറക്കാൻ സാധിക്കില്ല. ശരിയല്ലേ? എന്തെങ്കിലും വിഘ്നങ്ങൾക്ക് വശപ്പെടുമ്പോൾ മറന്നുപോകുന്നു. എന്നാൽ തന്റെ സ്വതവേയുള്ള രൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മറക്കുന്നില്ല, എന്നാൽ മറഞ്ഞിരിക്കുന്നു. അതിനാൽ ബാബ്ദാദ പറയുന്നു, കൂടെ ഉണ്ട് എന്ന അനുഭവം മറഞ്ഞിരിക്കുകയാണോ അതോ പ്രത്യക്ഷ രൂപത്തിലാണോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യൂ. സ്നേഹമുണ്ട്. സ്നേഹം തകർക്കാൻ പറ്റുമോ? തകർക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? സ്നേഹം തകർക്കാൻ പറ്റില്ല എങ്കിൽ സ്നേഹത്തിന്റെ നേട്ടത്തെ ഉയർത്തൂ. നേട്ടം ഉണ്ടാക്കാനുള്ള രീതികൾ പഠിക്കൂ. ബാബ്ദാദ കാണുന്നുണ്ട്, സ്നേഹം തന്നെയാണ് ബാബയുടേതാക്കിയത്. സ്നേഹം തന്നെയാണ് മധുബൻ നിവാസിയാക്കുന്നത്.
അവരവരുടെ സ്ഥലത്ത് എങ്ങനെയിരുന്നാലും എത്ര പരിശ്രമിച്ചാലും വീണ്ടും മധുബനിൽ തന്നെ എത്തുന്നു. ബാബ്ദാദ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ചില കുട്ടികൾക്ക് കലിയുഗി സാഹചര്യങ്ങൾ കാരണം ടിക്കറ്റ് എടുക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്നേഹം എത്തിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെയല്ലേ? സ്നേഹത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമായ ഹൃദയത്തിൽ പ്രഭു സംപ്രീതനാകുക തന്നെ ചെയ്യും. സ്ഥൂല സഹയോഗവും എവിടെയെങ്കിലും നിന്ന് എങ്ങനെയെങ്കിലും ലഭിക്കുന്നു. ഡബിൾ വിദേശികളായാലും ഭാരതവാസികളായാലും എല്ലാവരെയും ബാബയുടെ ഈ സ്നേഹം സാഹചര്യങ്ങളുടെ മതിലുകൾ മറികടത്തി വിടുന്നു. അങ്ങനെയല്ലേ? അവരവരുടെ സെന്ററുകളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെയും കാണാം. അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ചിന്തിക്കുന്നു, അറിയില്ല അടുത്ത വർഷം വരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ വീണ്ടും വരുന്നു. ഇതാണ് സ്നേഹത്തിന്റെ തെളിവ്. ശരി, ഇന്ന് ഹോളി ആഘോഷിച്ചോ? ഹോളി ആഘോഷിച്ചില്ലേ? ബാപ്ദാദ ഹോളി ആഘോഷിക്കുന്ന ഹോളി ഹംസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഒരേ ഒരു പേരാണ്, ഏറ്റവും പവിത്രമായവർ എന്ന്. ദ്വാപുരം മുതൽ ഏത് ധർമാത്മാവും മഹാത്മാവും എല്ലാവരെയും പവിത്രമാക്കിയിട്ടില്ല. സ്വയം പവിത്രമായിരുന്നു. എന്നാൽ തന്റെ പിൻഗാമികളെയോ കൂടെയുള്ളവരെയോ ഏറ്റവും പരിശുദ്ധരും പവിത്രവും ആക്കി മാറ്റുന്നില്ല. ഇവിടെ പവിത്രത ബ്രാഹ്മണ ജീവിതത്തിന്റെ മുഖ്യ ആധാരമാണ്. പഠിക്കുന്നതും എന്താണ്? നിങ്ങളുടെ സ്ലോഗൻ തന്നെ പവിത്രമായി മാറൂ, യോഗിയായി മാറൂ എന്നാണ്. സ്ലോഗനില്ലേ? പവിത്രത തന്നെയാണ് മഹാനത. പവിത്രത തന്നെയാണ് യോഗി ജീവിതത്തിന്റെ ആധാരം. ഇടയ്ക്കിടെ കുട്ടികൾ അനുഭവം ചെയ്യുന്നുണ്ട്. മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലെങ്കിലും അപവിത്രത അർത്ഥം മാലിന്യം അല്ലെങ്കിൽ നെഗറ്റീവ് പരചിന്തനത്തിന്റെ സങ്കല്പം ഉണ്ടാകുന്നുവെങ്കിൽ യോഗം എത്ര തന്നെ ശക്തിശാലിയാക്കാൻ ആഗ്രഹിച്ചാലും ആകുന്നില്ല. കാരണം അല്പം സങ്കല്പത്തിൽ അല്പമാത്രമെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ അപവിത്രത ഉണ്ട് എങ്കിൽ എവിടെ അപവിത്രതയുടെ അംശമുണ്ടോ അവിടെ പവിത്ര ബാബയുടെ ഓർമ്മ എന്താണോ എങ്ങനെയുള്ളതാണോ അതുപോലെ വരിക സാധ്യമല്ല. ഏതുപോലെ രാവും പകലും ഒരുമിച്ച് ഉണ്ടാകുന്നില്ല, അതുപോലെ ബാപ്ദാദ ഈ സമയം പവിത്രതയുടെ മേൽ വീണ്ടും വീണ്ടും ശ്രദ്ധ ഉണർത്തുന്നു. കുറച്ചു സമയം മുമ്പ് ബാപ്ദാദ കർമ്മത്തിലെ അപവിത്രതയെക്കുറിച്ച് മാത്രമാണ് സൂചന നൽകിയത്. എന്നാൽ ഇപ്പോൾ സമയം സമ്പൂർണതയുടെ സമീപം വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ മനസ്സിൽ അപവിത്രതയുടെ അംശമുണ്ടെങ്കിൽ പോലും ചതിക്കപ്പെടും. അതിനാൽ മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാത്തിലും പവിത്രത അത്യാവശ്യമാണ്. മനസ്സിനെ അയച്ചുവിടേണ്ട. കാരണം മനസ്സ് പുറമേ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മനസ്സ് വളരെ ചതിക്കുന്നു. ബ്രാഹ്മണ ജീവിതത്തിന്റെ ആന്തരിക സമ്പാദ്യം സദാ സുഖസ്വരൂപം, ശാന്തസ്വരൂപം, മനസ്സിന്റെ സന്തുഷ്ടത എന്നിവയാണ്. അതിന്റെ അനുഭവം ചെയ്യണമെങ്കിൽ മനസ്സിന്റെ പവിത്രത ആവശ്യമാണ്. പുറമേയുള്ള സാധനങ്ങളിലൂടെയോ അല്ലെങ്കിൽ സേവനത്തിലൂടെയോ തന്നെ സന്തോഷിപ്പിക്കുക, ഇതും സ്വയത്തെ വഞ്ചിക്കലാണ്. ബാപ്ദാദ കാണുന്നുണ്ട്. ഇടയ്ക്കിടെ കുട്ടികൾ സ്വയത്തെ ഇതേ പ്രകാരം നല്ലത് എന്ന് മനസ്സിലാക്കി, സന്തോഷം എന്ന് മനസ്സിലാക്കി ചതിച്ചുകൊണ്ടിരിക്കുന്നു. നൽകിക്കൊണ്ടും ഇരിക്കുന്നു. സ്വയത്തിന് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു. ഇത് വളരെ ആഴത്തിലുള്ള രഹസ്യമാണ്. എന്താണ് സംഭവിക്കുന്നത്? ബാബ ദാതാവാണ്.
ദാതാവിന്റെ മക്കളാണ്. എന്നാൽ സേവനം യുക്തിയുക്തമല്ല, കൂടിക്കലർന്നതാണ്. കുറച്ചു ഓർമ്മയും കുറച്ചു പുറമേയുള്ള സാധനങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആധാരത്തിലാണ്. ഹൃദയത്തിന്റെ ആധാരത്തിലല്ല എങ്കിൽ ബുദ്ധിയുടെ ആധാരത്തിൽ സേവനം ചെയ്യുകയാണെങ്കിൽ അവർക്കും സേവനത്തിന്റെ പ്രത്യക്ഷ ഫലം ലഭിക്കുന്നു. കാരണം ബാബ ദാതാവാണ്. അവർ അതിൽ തന്നെ ഇങ്ങനെ സന്തോഷിക്കുന്നു, ഞങ്ങൾക്കും ഫലം ലഭിച്ചു, ഞങ്ങളുടേത് നല്ല സേവനമാണ് എന്ന്. എന്നാൽ മനസ്സിന്റെ ആ സന്തോഷം സദാകാലത്തേക്കില്ല. ആത്മാവ് യോഗയുക്ത ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യുന്നില്ല. അതിലൂടെ വഞ്ചിതരായി മാറുന്നു. എന്നാൽ ഒന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെയല്ല, എന്തെങ്കിലുമെല്ലാം ലഭിക്കുന്നു, എന്നാൽ സമ്പാദ്യം ഉണ്ടാകുന്നില്ല. സമ്പാദിച്ചു, കഴിച്ചു തീരുകയും ചെയ്തു. അതിനാൽ ഇതും ശ്രദ്ധിക്കണം. സേവനം വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫലവും നല്ലത് ലഭിച്ചു, എന്നാൽ കഴിച്ചു തീർത്തു. എന്ത് സമ്പാദിച്ചു? നന്നായി സേവനം ചെയ്തു, നല്ല റിസൾട്ടും വന്നു, എന്നാൽ ആ സേവനത്തിന്റെ ഫലം ലഭിച്ചു, സമ്പാദ്യം ഉണ്ടാകുന്നില്ല. അതിനാൽ സമ്പാദിക്കാനുള്ള വിധിയാണ് മനസ്സാ വാചാ കർമ്മണ പവിത്രത. അടിത്തറ പവിത്രതയാണ്. സേവനത്തിന്റെയും അടിത്തറ പവിത്രതയാണ്. വൃത്തിയും ശുദ്ധമായുള്ളതാണ്. വേറൊരു ഭാവവും മിക്സ് ചെയ്തിട്ടില്ല. ഭാവത്തിലും ഭാവനയിലും പവിത്രത. ഹോളിയുടെ അർത്ഥം തന്നെ പവിത്രത എന്നാണ്. അപവിത്രതയെ കത്തിക്കണം. അതിനാൽ ആദ്യം കത്തിക്കുന്നു, പിന്നീട് ആഘോഷിക്കുന്നു. അതിനുശേഷം പവിത്രമായി സംസ്കാര മിലനം ആഘോഷിക്കുന്നു. അതിനാൽ ഹോളിയുടെ അർത്ഥം തന്നെ കത്തിക്കുക, ആഘോഷിക്കുക എന്നാണ്. പുറമേയുള്ളവർ ആലിംഗനം ചെയ്യുന്നു, എന്നാൽ ഇവിടെ സംസ്കാര മിലനമാണ്. ഇതാണ് മംഗള മിലനം. എങ്കിൽ ഇങ്ങനെ ഹോളി ആഘോഷിച്ചുവോ അതോ ഡാൻസ് ചെയ്യുക മാത്രം ചെയ്തുവോ? പനിനീർ വെള്ളം തളിച്ചുവോ? അതും നല്ലതാണ്. ധാരാളം ആഘോഷിക്കൂ. ബാബ്ദാദയ്ക്ക് സന്തോഷമാണ്. പനിനീർ വെള്ളം തളിക്കൂ, ഡാൻസ് ചെയ്യൂ. എന്നാൽ സദാ ഡാൻസ് ചെയ്യൂ. 5-10 മിനിറ്റിന്റെ ഡാൻസ് അല്ല. പരസ്പരം ഗുണങ്ങളുടെ തരംഗങ്ങൾ പരത്തുക. ഈ പനിനീർ വെള്ളം തളിക്കണം. കത്തിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എന്ത് കത്തിക്കണം? ഇപ്പോഴും കത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? എല്ലാ വർഷവും കൈപൊക്കി പോകുന്നു. ദൃഢസങ്കല്പമുണ്ട്. ബാബ്ദാദയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട്, ധൈര്യം വയ്ക്കുന്നുണ്ട്. ധൈര്യത്തിന് ബാബ്ദാദ ആശംസകൾ നൽകുന്നു. ധൈര്യം വയ്ക്കുന്നതും ആദ്യ ചുവടാണ്. എന്നാൽ ബാബ്ദാദയുടെ ശുഭ ആശ എന്താണ്? സമയത്തിന്റെ തീയതി നോക്കരുത്. 2000-ൽ ഉണ്ടാകും, 2001-ൽ ഉണ്ടാകും, 2005-ൽ ഉണ്ടാകും. ഇത് ചിന്തിക്കരുത്. പോട്ടെ, എവറെടിയും ആകേണ്ട. അതും ബാബ വിട്ടുകളയുന്നു. എന്നാൽ ആലോചിച്ചു നോക്കൂ, വളരെ കാലത്തെ സംസ്കാരം വേണ്ടേ? നിങ്ങൾ തന്നെയല്ലേ കേൾപ്പിക്കുന്നത് വളരെ കാലത്തെ പുരുഷാർത്ഥം വളരെ കാലത്തെ അധികാരി ആക്കുന്നു എന്ന്? എന്നാൽ സമയം വരുമ്പോൾ നിങ്ങൾ ദൃഢസങ്കല്പം എടുത്തു എങ്കിൽ വളരെ കാലമുണ്ടാകുമോ അതോ അല്പകാലമോ? ഏതാണ് കണക്കിൽപ്പെടുക? അല്പകാലത്തേതല്ലേ? ഇത് നല്ലതായി തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല അല്ലേ? എങ്കിൽ വളരെ കാലത്തെ അഭ്യാസം വേണം. എത്ര കാലമുണ്ട് എന്ന് ചിന്തിക്കേണ്ട. വളരെ കാലത്തെ അഭ്യാസം എത്രത്തോളമുണ്ടോ അത്രയും അന്തിമത്തിൽ വഞ്ചിക്കപ്പെടില്ല. വളരെ കാലത്തെ അഭ്യാസം ഇല്ല എങ്കിൽ ഇപ്പോഴുള്ള വളരെ കാലത്തെ സുഖം, വളരെ കാലത്തെ ശ്രേഷ്ഠ സ്ഥിതിയുടെ അനുഭവത്തിൽ നിന്നും വഞ്ചിക്കപ്പെടുന്നു. അതിനാൽ എന്ത് ചെയ്യണം? വളരെ കാലം ചെയ്യേണ്ടേ? ആരുടെയെങ്കിലും ബുദ്ധിയിൽ തീയതിയെക്കുറിച്ച് കാത്തിരിപ്പുണ്ട് എങ്കിൽ
കാത്തിരിക്കരുത്, ഒരുക്കങ്ങൾ ചെയ്യൂ. വളരെ കാലത്തെ ഒരുക്കങ്ങൾ ചെയ്യൂ. തീയതിയും നിങ്ങൾ കൊണ്ടുവരണം. സമയം ഇപ്പോഴും എവർ റെഡിയാണ്. നാളെ വേണമെങ്കിലും ആകാം. എന്നാൽ സമയത്തെ നിങ്ങൾക്ക് വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ സമ്പന്നമാകുകയാണെങ്കിൽ സമയത്തിന്റെ പർദ്ദ തീർച്ചയായും നീക്കുക തന്നെ വേണം. നിങ്ങൾ തടഞ്ഞു വെച്ചതിനാൽ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യാധികാരി തയ്യാറായില്ലേ? സിംഹാസനം ഒഴിഞ്ഞിരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? വിശ്വരാജാവ് തനിയെ സിംഹാസനത്തിൽ ഇരിക്കുമോ? ഇത് ശോഭനീയമാണോ? രാജകീയ കുടുംബം വേണം, പ്രജ വേണം, എല്ലാം വേണം. വിശ്വരാജൻ തനിയെ സിംഹാസനത്തിലിരുന്നു എങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും, എന്റെ രാജകീയ കുടുംബം എവിടെ പോയി? അതിനാൽ ബാബ് ദാദയ്ക്ക് ഒരേ ഒരു ശുഭ ആശയുണ്ട്. എല്ലാ കുട്ടികളും, പുതിയവരായാലും പഴയവരായാലും, ആര് സ്വയം ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരി എന്ന് പറയുന്നുവോ, മധുബൻ നിവാസികളായാലും വിദേശികളായാലും ഭാരതവാസികളായാലും, ഓരോ കുട്ടിയും വളരെ കാലത്തെ അഭ്യാസം ചെയ്ത് വളരെ കാലത്തെ അധികാരി ആകണം. ഇടയ്ക്കിടെയല്ല. ഇഷ്ടപ്പെട്ടോ? ഒരു കൈകൊണ്ട് കൈയടിക്കൂ. പുറകിലുള്ളവർ സമർത്ഥരാണ്, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ പിറകിലുള്ളവരെ തന്റെ മുന്നിലാണ് കാണുന്നത്. മുന്നിലുള്ളവർ മുന്നിൽ തന്നെയാണ്. ബ്രാക്കറ്റിൽ മെഡിറ്റേഷൻ ഹാളിലിരുന്നാണ് മുരളി കേൾക്കുന്നത്. താഴെയുള്ളവർ ബാബ്ദാദയുടെ ശിരസിലെ കിരീടമായിയാണ് ഇരിക്കുന്നത്. അവരും കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. താഴെയുള്ളവർക്ക് ത്യാഗത്തിന്റെ ഭാഗ്യം കിട്ടുക തന്നെ വേണം. നിങ്ങൾക്ക് സന്മുഖത്തിരിക്കുന്നതിന്റെ ഭാഗ്യമാണ്. അവരുടേത് ത്യാഗത്തിന്റെ ഭാഗ്യം സമ്പാദിക്കലാണ്. ശരി, ബാബ്ദാദയുടെ ഒരു ആശ കേൾപ്പിച്ചു. ഇഷ്ടമായില്ലേ? ഇനി അടുത്ത വർഷം എന്ത് കാണും? ഇതുപോലെ വീണ്ടും കൈ ഉയർത്തുമോ? കൈ ഉയർത്തിക്കൊള്ളൂ, രണ്ട് കൈയും ഉയർത്തിക്കൊള്ളൂ. എന്നാൽ മനസ്സിന്റെ കൈയും ഉയർത്തൂ. ദൃഢസങ്കല്പത്തിന്റെ കൈ സദാ ഉയർത്തൂ. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ സമ്പൂർണ്ണ പവിത്രതയുടെ തിളങ്ങുന്ന മണി കാണുവാൻ ആഗ്രഹിക്കുന്നു. നയനങ്ങളിൽ പവിത്രതയുടെ പ്രകാശം, പവിത്രതയുടെ 2 നക്ഷത്ര കണ്ണുകൾ ആത്മീയതയാൽ പ്രകാശിക്കുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നു. സംസാരത്തിൽ മധുരത, വിശേഷത, അമൂല്യ സംസാരം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കർമ്മത്തിൽ സന്തുഷ്ടതയും നിർമ്മാണതയും സദാ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഭാവനയിൽ സദാ ശുഭഭാവനയും, ഭാവത്തിൽ സദാ ആത്മീയ ഭാവവും, പരസ്പര സഹോദര ഭാവവും. സദാ താങ്കളുടെ മസ്തകത്തിൽ പ്രകാശത്തിന്റെ ഫരിഷ്ത സ്ഥിതിയുടെ കിരീടവും കാണപ്പെടണം. കാണപ്പെടുന്നു അർത്ഥം അനുഭവമുണ്ട്. ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട മൂർത്തിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മൂർത്തികൾ തന്നെയാണ് ശ്രേഷ്ഠ പൂജ്യരാകുന്നത്. അവർ താങ്കളുടെ ജഡചിത്രമുണ്ടാക്കും. എന്നാൽ ബാബ ചൈതന്യ ചിത്രം കാണുവാൻ ആഗ്രഹിക്കുന്നു. ശരി, 4 ഭാഗത്തുമുള്ള സദാ ബാബ്ദാദയുടെ കൂടെ തന്നെ ഇരിക്കുന്ന, എപ്പോഴും അടുത്ത കൂട്ടുകാരനായ, സദാ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിലൂടെ വളരെ കാലത്തെ സംഗമയുഗി അധികാരവും ഭാവിയിലെ രാജ്യാധികാരവും പ്രാപ്തമാക്കുന്ന അത്യന്തം വിവേകശാലികളായ ആത്മാക്കൾക്ക് സദാ സ്വയത്തെ ശക്തികളാലും ഗുണങ്ങളാലും അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ബാബയുടെ ആശാദീപങ്ങളായ ആത്മാക്കൾക്ക് സദാ സ്വയത്തെ അത്യന്തം പവിത്രവും ഉന്നതിയിലും ഉള്ള സ്ഥിതിയിൽ വെച്ചിരിക്കുന്ന ബാബയ്ക്ക് സമാനം അതിസ്നേഹികളായ ആത്മാക്കൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും.
വിദേശത്തും സ്വദേശത്തും ദൂരെയിരുന്നും സന്മുഖത്തിരിക്കുന്ന അനുഭവം ചെയ്യുന്ന എല്ലാവർക്കും ബാബ് ദാദയുടെ വളരെ വളരെ സ്നേഹസ്മരണകൾ. വരദാനം: സമയത്തെ ശിക്ഷകനാക്കുന്നതിനു പകരം ബാബയെ ശിക്ഷകനാക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കൂ. ചില കുട്ടികൾക്ക് സേവനത്തിന് ഉത്സാഹമുണ്ട്, എന്നാൽ വിരക്ത മനോഭാവത്തിൽ ശ്രദ്ധയില്ല. ഇതിൽ അലസതയുണ്ട്. നടക്കും, ഉണ്ടാകും, സംഭവിക്കും, സമയമാകുമ്പോൾ ശരിയാകും, ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നാൽ സമയത്തെ തന്റെ ശിക്ഷകനാക്കുന്നു. കുട്ടികൾ ബാബയെയും ആശ്വസിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, സമയമാകുമ്പോൾ ശരിയാകും, ചെയ്തുകൊള്ളും, മുന്നോട്ടു പോകും. എന്നാൽ താങ്കൾ മാസ്റ്റർ രചയിതാവാണ്. സമയം താങ്കളുടെ രചനയാണ്. രചന മാസ്റ്റർ രചയിതാവിന്റെ ശിക്ഷകനാവുക ഇത് ശോഭനീയമല്ല. സ്ലോഗൻ: ബാബയുടെ പാലനയ്ക്കുള്ള പകരമാണ് സ്വയത്തെയും സർവരെയും പരിവർത്തനം ചെയ്യുന്നതിൽ സഹയോഗി ആകുക. ഓം ശാന്തി.